സ്വന്തം കഴിവിനെ കണ്ടെത്തിയാൽ സമ്പന്നനാകാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ഈ ഒരു വീഡിയോ ലോ ഓഫ് അട്രാക്ഷൻ അല്ല, മറിച്ച് എൻ്റെ അനുഭവവും അതിലൂടെ ഞാൻ നേടിയെടുത്ത കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുള്ള കാര്യം എനിക്ക് 100% എനിക്ക് ഉറപ്പ് നൽകാൻ സാധിക്കുന്നതാണ്. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ന് പറയുന്ന സോഷ്യൽ ബീയിങ്സ് ഈ ഒരു സൊസൈറ്റി മാട്രിക്സിനകത്ത് പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സോഷ്യലായിട്ടുള്ള ഒരു ബോക്സിനകത്താണ് നമ്മൾ പെട്ടിരിക്കുന്നത്. ഇവിടെ എൻജിനീയർ അല്ലെങ്കിൽ ഡോക്ടേഴ്സാണ് മിക്കപ്പോഴും ആൾക്കാർ ആഗ്രഹിക്കുന്നത്. എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകളൊരു ഡോക്ടറാണ്, അല്ലെങ്കിൽ എൻ്റെ മകളൊരു എൻജിനീയറാണ് എന്നുള്ള കാര്യമാണ് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ലോകത്തുള്ള വലിയൊരു ശതമാനം സൊസൈറ്റിയുടെ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ മനസ്സിലുള്ളത്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ സൊസൈറ്റി തന്നെ. ആ ഒരു സിസ്റ്റത്തിനകത്ത് +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ മിക്കപ്പോഴും നമ്മളെ മനസ്സിലാകുക എൻജിനീയറിംഗ് ഡോക്ടർ എന്ന് പറയുന്ന കാര്യമാണ്. നമ്മൾ പോലും ഇഷ്ടപ്പെടാതെ ഫോഴ്സ്ഫുള്ളി നമ്മൾ അതിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എൻജിനീയറിങ്ങോ അല്ലെങ്കിൽ ഡോക്ടറേറ്റോ കാര്യങ്ങളോ MBBS കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഹാപ്പിനെസ് ഉണ്ടാവില്ല. കാരണം നമ്മളെ കഴിവുള്ള സ്കിൽസിന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ +2 കഴിഞ്ഞതിന് ശേഷമാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുന്ന സമയത്ത് ഫ്രണ്ട്സ് എല്ലാം എൻജിനീയറിംഗിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ഞാനും പോയി എൻജിനീയറിംഗിൽ ജോയിൻ ചെയ്തു. ആ ജോലി ചെയ്യുന്ന സമയത്തൊന്നും എനിക്ക് ഹാപ്പിനെസ് എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നില്ല. ആ പഠനം കഴിഞ്ഞു, ജോലി മെക്കാനിക്കലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതോടൊപ്പം തന്നെ പ്രൊഡക്ഷൻ, ഡിസൈനിങ്, അങ്ങനത്തെ കുറേ ജോലികൾ ചെയ്തു. അതിലെല്ലാം തന്നെ സാലറിയും കാര്യങ്ങളും കിട്ടുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഹാപ്പിനെസ്സിനെ കണ്ടെത്താൻ സാധിക്കില്ല. സത്യത്തിൽ സമ്പന്നത എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പണമല്ല, അതോടൊപ്പം തന്നെ നമുക്ക് മാസം കിട്ടുന്ന സാലറിയോ ഒന്നും തന്നെ സമ്പന്നതയല്ല. യഥാർത്ഥ സമ്പന്നത എന്ന് പറയുന്നത് നമ്മളുടെ ഹാപ്പിനെസ്സാണ്. ചില വ്യക്തികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അവർ ബാങ്ക് അക്കൗണ്ടിൽ ലക്ഷങ്ങളോ കോടികൾ ഉണ്ടാവും, എന്നാൽ അവരുടെ ജീവിത രീതിയും ചിന്താഗതിയും കാണുന്ന സമയത്ത് ഒരു ദരിദ്രനായിട്ടാണ് ഉണ്ടാകുക. അതെല്ലാം തന്നെ അവർക്ക് ട്രൂ ആയിട്ടുള്ള ഹാപ്പിനെസ്സും കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ടാണ്. ഞാനിവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അതായത് നമ്മളെ കഴിവിനെ കണ്ടെത്തുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ല ഇന്ന് ഇന്ത്യയിലും ലോകത്തുള്ള വലിയൊരു ശതമാനം രാജ്യങ്ങളിലും ഉള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിമകളാകുന്ന വിദ്യാഭ്യാസമാണ് നമുക്ക് ഇപ്പോഴും വരെ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പം കുറേ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ ജനറേഷനിൽ. നമ്മൾ ഓരോ വ്യക്തികളും സ്വന്തം കഴിവിനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനായിട്ട് ഞാൻ എൻ്റെ കഴിവിനെ കണ്ടെത്തിയ ഒരു കാര്യമുണ്ട്. ഞാൻ ഈ 2 കാര്യങ്ങൾ ഇവിടെ പറയാൻ പോവാണ്. ഈ 2 കാര്യങ്ങൾ നിങ്ങളൊരു പേപ്പർ ഷീറ്റ് എടുത്തിട്ട് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഈ വീഡിയോ കാണുകയാണെങ്കിൽ പോസ് ചെയ്തിട്ട് ആദ്യം തന്നെ ഒരു A4 ഷീറ്റ് നിങ്ങളെ കയ്യിൽ വെക്കാം. എന്നാൽ മാത്രമേ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുകയുള്ളൂ. ആദ്യമായി തന്നെ നിങ്ങൾ കുട്ടിക്കാലത്ത് ഏറ്റവും ഹാപ്പിനെസ് നൽകിയ കാര്യങ്ങൾ എന്താണ്, അതായത് ഹാപ്പിനെസ് നൽകിയ പ്രവൃത്തികൾ എന്താണെന്നാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ചിലപ്പോൾ ചിത്രം വരയ്ക്കുന്നതാവാം, ചിലപ്പോൾ പുസ്തക വായനയാവാം, ഇല്ലെങ്കിൽ വീഡിയോ ഷൂട്ടിംഗ് ആവാം, ചില ആൾക്കാർക്ക് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നതാവാം, അങ്ങനെ പലതും ആവട്ടെ. അതെന്താണെന്നുള്ള ഒരു 10 അല്ലെങ്കിൽ 15 കാര്യങ്ങൾ A4 ഷീറ്റിൻ്റെ ഒരു ഭാഗത്ത് എഴുതി വെക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പുറത്ത് അല്ലെങ്കിൽ അടുത്ത സൈഡിൽ നിങ്ങൾ എഴുതി വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അംഗീകാരം കിട്ടിയ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം കിട്ടിയ കാര്യങ്ങൾ എന്താണ്. ഉദാഹരണം, നിങ്ങൾ നല്ല ക്രാഫ്റ്റ് വർക്ക് ചെയ്തു, നിങ്ങൾക്ക് കോളേജിൽ നിന്നോ സ്കൂളിൽ നിന്നോ ചിലപ്പോൾ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ നല്ല രീതിയിൽ പ്രസംഗകല അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും, അത് നിങ്ങൾക്ക് അംഗീകാരം കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള സ്കിൽസ് എന്താണെന്ന് എഴുതി വെക്കുക. അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 പുറത്തും അല്ലെങ്കിൽ 2 സൈഡിലായിട്ട് കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്താൻ സാധിക്കും. അതാണ് നിങ്ങളുടെ യഥാർത്ഥ സ്കില്ലെന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പണം വരുന്നത് ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസ് കൊടുക്കുന്നതിലൂടെയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ യൂട്യൂബ് വഴി നമ്മളെ കോഴ്സ് കാര്യങ്ങളെല്ലാം തന്നെ ഷെയർ ചെയ്യുന്നത് അതൊരു സർവീസാണ്. ആ സർവീസ് കൊടുത്തിട്ടാണ് ജനങ്ങൾ എന്നിലേക്ക് അല്ലെങ്കിൽ നമ്മളെ കമ്പനിയിലേക്ക് പണം വരുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഈ സൊസൈറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും സ്കില്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റോ സർവീസോ നിങ്ങൾ കൊടുക്കുന്ന സമയത്താണ് ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് പണം വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അന്നേരം ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ 2 ഷീറ്റിൽ എഴുതിയ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ, ഇത് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യേണ്ട കാര്യമല്ല. കാരണം ഞാൻ ഓരോ ദിവസവും ജോലിക്ക് പോകുന്ന സമയത്ത് പണ്ടെല്ലാം അത് ഞാൻ ഇതേപോലെ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസം കൊണ്ട് ശപിച്ചുകൊണ്ടാണ് ജീവിച്ചത്. നമുക്ക് പൈസ കിട്ടുന്നുണ്ട്, അതായത് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള പൈസ കിട്ടുന്നുണ്ട്, മറിച്ച് ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്ന കാര്യം എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ഓരോ ദിവസവും എന്നെ വെറുത്തുകൊണ്ട് കമ്പനിയെ വെറുത്തുകൊണ്ടാണ് ജീവിച്ചത്.
ഇങ്ങനെയുള്ള അടിമത്തം അല്ലെങ്കിൽ എന്താ പറയുക ശപിച്ചുകൊണ്ടുള്ള ഒരു നരകത്തിൽ ജീവിക്കാതെ നമ്മൾ കഴിവിനെ കണ്ടെത്തിയിട്ട് ആ കഴിവിൽ ഊന്നിയിട്ട് വേണം നമ്മളെ ബിസിനസ് അല്ലെങ്കിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുന്ന നമ്മളെ ജോലിയോ ഇങ്ങനെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളോ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പണം വരുന്നതാണ്. ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഷീറ്റിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് നൽകിയ കുട്ടിക്കാലത്തെ ഹാപ്പിനെസ് നൽകിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തക വായനയാണ്. ഞാൻ നല്ല രീതിയിൽ പുസ്തകം വായിക്കും. നോവൽസോ കാര്യങ്ങളോ വായിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. എപ്പോഴും സെൽഫ് ഹെൽപ്പ് ബുക്സ് അതോടൊപ്പം തന്നെ സ്പിരിച്വൽ ബുക്സ് കാര്യങ്ങളായിരുന്നു ഞാൻ കൂടുതലായിട്ട് വായിച്ചത്. ഓഷോയുടെ അതേപോലെ തന്നെ ജിം കാരി അങ്ങനത്തെ കുറേ ആൾക്കാരുടെ ഇങ്ങനെ പുസ്തകങ്ങളും കാര്യങ്ങളും മെയിനായിട്ട് പറയുകയാണെങ്കിൽ മോട്ടിവേഷൻ ബുക്സാണ് വായിച്ചത്. പിന്നെ ആൾക്കാർ എന്നെ ഏറ്റവും കൂടുതൽ അംഗീകരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് മറ്റുള്ളവരോട് സംസാരിച്ചിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആൾക്കാരെ നിനക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്, ആൾക്കാർക്ക് നീക്കൊരു വഴികാട്ടിയായിട്ട് മാറാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യമെല്ലാം എനിക്ക് പണ്ട് പലപ്പോഴും അംഗീകാരം കിട്ടി. ഞാൻ ജോലികൾ ചെയ്ത് പല രീതിയിലുള്ള മെക്കാനിക്കൽ പരമായിട്ടുള്ള ജോലികൾ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് സേഫ്റ്റി അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സേഫ്റ്റി ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ ടൂൾ ബോക്സ് ടോക്ക് എന്ന് പറഞ്ഞ കാര്യമുണ്ട്. അത് വർക്കേഴ്സിന് നമ്മൾ മോർണിംഗിൽ ഒരു 15 മിനിറ്റ് നൽകുന്ന ഒരു ടോക്കാണ്. അന്നേരം ആ സംസാരത്തിൽ അല്ലെങ്കിൽ വർക്കേഴ്സിനോട് നമ്മൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുകയും കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ആ വർക്കേഴ്സിനെല്ലാം തന്നെ നല്ലൊരു ആശ്വാസം അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് ഞാനൊരു സംസാരിക്കുന്ന സമയത്ത് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അതെല്ലാണ്, അതായത് ഓരോരുത്തരും നമുക്ക് തരുന്ന അങ്ങേയറിൽ നിന്നാണ് നമ്മുടെ കഴിവിനെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കുമല്ലോ. അല്ലാതെ നമ്മൾ സിസ്റ്റത്തിനനുസരിച്ച് എൻജിനീയറിംഗ് പഠിക്കുക, ഡോക്ടറാവുക, കളക്ടറാവുക അതൊന്നുമല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഹാപ്പിനെസ് നൽകുന്ന കാര്യങ്ങൾ ചെയ്യാം. പണം പതിയെ വന്നോളും അല്ലെങ്കിൽ തനിയെ നിങ്ങൾ പിന്തുടർന്ന് വന്നോളും. ഇതെൻ്റെ അനുഭവമാണ്. കാരണം ഈ അനുഭവമാണ് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ എഡ്യൂക്കേഷൻ ഇങ്ങനെ ക്വാളിഫിക്കേഷൻസ് ഒരു ഭാഗത്തുണ്ടാവും, നമ്മളെ സ്കിൽസും ഹാപ്പിനെസ്സും വേറൊരു ഭാഗത്തുണ്ടാവും. എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഹാപ്പിനെസ്സിനെയും നിങ്ങളുടെ സ്കില്ലിനെയാണെങ്കിൽ നിങ്ങൾക്കിപ്പം പണം കുറച്ച് കിട്ടുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനെ ലീവറേജ് അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറിയ തുകയായിരുന്നു യൂട്യൂബിൽ നിന്നായാലും കോഴ്സിൽ നിന്നാലും കിട്ടിയത്. ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്ന തുകയിലേക്ക് എത്ര വേണമെങ്കിലും എനിക്ക് ഉയർത്താൻ സാധിക്കുന്നതാണ്. കാരണം എന്താണ്, ഞാൻ ഈ കോഴ്സുകളെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഈ ലോ ഓഫ് അട്രാക്ഷൻ, മൈ പവർ, സൈക്കോളജി അങ്ങനെയുള്ള ഓരോ വിഷയങ്ങളെക്കുറിച്ചും കൂടുതലായിട്ട് പഠിച്ചിട്ട് എൻ്റെ ലൈഫിലും നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ലൈഫിലും നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നോക്കിയിട്ടാണ് ഈ കോഴ്സുകളും കാര്യങ്ങളെല്ലാം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അത്രയധികം മാറ്റം പലരുടെ ലൈഫിലും എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചത് അല്ലെങ്കിൽ എന്നിലൂടെ കൊണ്ടുവന്നത് എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ഒരു കാര്യം വീണ്ടും പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തം കഴിവിനെ കണ്ടെത്തിയില്ലെങ്കിൽ നിങ്ങൾ കുഴിമാടങ്ങളാവും. അതായത് ജീവിച്ചിരിക്കുന്ന ഒരു ശവപ്പറമ്പായിട്ട് മാറാതെ സ്വന്തം കഴിവിനെയും സ്വന്തം ഹാപ്പിനെസ്സും എല്ലാം നോക്കിയിട്ട് നിങ്ങളും ജീവിച്ചു നോക്കൂ. നിങ്ങളുടെ ലൈഫ് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിരിക്കും. മരണത്തിന് ശേഷം ജീവിതമുണ്ടോ എന്നല്ല, മരണത്തിന് മുൻപ് നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള കാര്യം ഓഷോ ഒരിക്കൽ ചോദിച്ചിരുന്നു. അതേപോലെ തന്നെയാണ് നമ്മൾ ലൈഫിൽ നമ്മൾ മറ്റുള്ളവർക്ക് സൊസൈറ്റിയുടെ ഹാപ്പിനെസ്സിന് വേണ്ടി നിങ്ങളുടെ രക്ഷിതാക്കളുടെ ഹാപ്പിനെസ്സിന് വേണ്ടി ജീവിക്കാതെ സ്വന്തം ഹാപ്പിനെസ്, സ്വന്തം സമാധാനം, സ്വന്തമായിട്ടുള്ള ആത്മസംതൃപ്തി അല്ലെങ്കിൽ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് ഉണ്ടായാൽ മതിയാകുള്ളൂ. അതാണ് നമ്മളെ സ്പിരിച്വൽ ലെവലിലേക്ക് ഉയർത്താനുള്ള കാരണം. അല്ലാതെ ശപിച്ചുകൊണ്ട് ജോലി ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും നേടിക്കഴിഞ്ഞാൽ ഒന്നും തന്നെ ഹാപ്പിനെസ് കിട്ടില്ല. വർക്ക് ഈസ് വർഷിപ്പ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് ഭക്തി എന്ന് പറയുന്നത് നിങ്ങളെ ജോലി എന്ന് പറയുന്നത് ഒരു ഭക്തിപരമായിട്ട് അല്ലെങ്കിൽ ഒരു ഡിവോഷൻ രീതിയിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഹാപ്പിനെസ്സും നിങ്ങൾക്ക് പണവും എല്ലാം തന്നെ ലഭിക്കുന്നതാണ്. സമ്പന്നത എന്ന് പറയുന്നത്, ഞാൻ വീണ്ടും പറയാണ്, സമ്പന്നത എന്ന് പറയുന്നത് നിങ്ങൾ വാങ്ങിക്കൂട്ടിയ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ പൈസയോ ഒന്നും തന്നെയല്ല, നിങ്ങളുടെ ഹാപ്പിനെസ്സാണ് നിങ്ങളെ യഥാർത്ഥ സമ്പന്നത എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ പറഞ്ഞ പേപ്പറിൽ എഴുതുന്ന ആ ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സ്കിൽ എന്താണെന്നുള്ള കാര്യം. അങ്ങനെ പലരുടെ സ്കിൽസും കമൻറ്റ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് മനസ്സിലാവും, ഓക്കെ ഇതും എൻ്റെ സ്കില്ലാണല്ലോ എന്നുള്ളത്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്കില്ലിൻ്റെ ഒരു ലിസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്ക് നന്മയും സമ്പത്തും ആരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.